ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. എന്താ ശ്രീ, എന്തിനാ കരയുന്നേ? അർജുൻ അവളുടെ ഇരു കൈയിലും പിടിച്ചുകൊണ്ട് വല്ലാത്ത മുഖത്തോടെ ചോദിക്കുമ്പോൾ ധന വീണ്ടും അവനിൽ നിന്ന് മുഖം മാറ്റി. അവളോട് ഇനി ഒന്നും ചോദിക്കേണ്ട അർജുൻ. ചോദിച്ചാലും അവളൊന്നും പറയാൻ പോകുന്നില്ല. വർഷയാണത് പറഞ്ഞത്. അത് കേട്ട് അർജുൻ്റെ ശ്രദ്ധ അവിടേക്കായി. സ്വന്തമാകുമെന്ന് അടിയറിച്ച് വിശ്വസിച്ച് ഒന്നിപ്പോൾ കൺമുന്നിൽ മറ്റൊരാൾക്ക് സ്വന്തമായത് കാണുമ്പോൾ ആർക്ക് സഹിക്കാൻ കഴിഞ്ഞത് വരില്ല അർജുൻ. എത്ര മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാലും നിന്നെയും മാളവികയും വീണ്ടും വീണ്ടും മുന്നിൽ കാണുമ്പോൾ പലതും മനസ്സിലേക്ക് തികട്ടി വരുന്നുണ്ടാവും അവൾക്ക്. പ്രത്യേകിച്ച് നിന്നെ അത്രയും സ്നേഹിച്ചൊരു പെണ്ണിന്. ധനുവിന് വേണ്ടി വർഷം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ഇതിനോടകം തന്നെ അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അർജുന് മനസ്സിലായിരുന്നു. ആ നിമിഷം തന്നെ അർജുൻ്റെ കൈകൾ ധനുവിൽ നിന്നും മെല്ലെയായിരുന്നു. അതവളൊരു ഞെട്ടലോടെയാണ് നോക്കിക്കണ്ടത്. മൗനമായി കടന്നുപോയ കുറച്ച് സമയങ്ങൾ ധനുവും അർജുനും പരസ്പരം വേറെങ്ങോ ദൃഷ്ടിയൂന്നിരിക്കുമ്പോൾ വർഷയുടെ കണ്ണുകൾ മാത്രം അവരിരുവരിലുമായിരുന്നു. ശ്രീ. അർജുൻ്റെ ആ വിളിയിൽ ധനുവിൽ നിന്ന് നേർത്തൊരു മൂളൽ മാത്രം. പോയി റെഡിയായി വാ, നമുക്കൊരിടം വരെ പോകണം. അർജുൻ ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ധനു ഉടനെ വർഷയൊന്ന് നോക്കി. നിന്റെ അജുവല്ലേ വിളിച്ചത്, എന്തായാലും പോയിട്ട് വാ. പിന്നെ പോയി വരുമ്പോൾ അവൻ്റെ മനസ്സ് അല്പെങ്കിലും മാറ്റാൻ നിനക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ പിന്നെ ഈസിയായി. സോ ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. അത്രയും പറഞ്ഞുകൊണ്ട് വർഷയും അവിടുന്ന് പോകുമ്പോൾ ധനു മാത്രം എന്തോ ആലോചനയിൽ പോണ്ടിരുന്നു. ഡബിൾ കോട്ട് സോഫയിൽ കാലുമേൽ കാല് കയറ്റി വെച്ച് മടിയിലിരിക്കുന്ന ലാപ്പിൽ കാര്യമായി വർക്ക് ചെയ്യുന്ന റാമിൻ്റെ അരികിലായി വർഷയും വന്നിരുന്നു. എന്തായി മോളെ, എനി ഗുഡ് ന്യൂസ്? അയാൾ ലാപ്പിൽ നിന്ന് കണ്ണുകൾ അവൾക്ക് നേരെ മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ലെങ്കിൽ, ബട്ട് വേണ്ടുന്ന എരിവും പുളിയൊക്കെ അവൾക്കുള്ളിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട് ഞാൻ. സോ നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ വരാനാണ് ചാൻസ്. നീ ഇപ്പോൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഇനിയും ഒരു പിഴവ് നമ്മുടെ ഭാഗ്യത്തിൽ നിന്ന് വരാൻ പാടില്ല. അതുപോലെ അർജുൻ മാളവികയുമായി അടുക്കാനും പാടില്ല. ഇതെൻ്റെ വാശിയാണ്. അവളെപ്പോലൊരു ബ്ലഡി വില്ലേജ് ഗേളിനെ മരുമകളാക്കാനുള്ള ഗതികേടൊന്നും ഈ റാമിനില്ല. അവനായി തന്നെ അവളെ ഇവിടുന്ന് ഇറക്കി വിടണം എന്നേക്കുമായി. റാം വല്ലാത്തൊരു മുഖഭാവത്തോടെ പറയുമ്പോൾ വർഷയൊന്ന് പുഞ്ചിരിച്ചു. അതിനൊരു വഴിയുള്ളെങ്കിൽ അർജുൻ ധനുവുമായി പഴയതിലും കൂടുതൽ അടുക്കണം. അവളുടെ സ്നേഹത്തിന് മുന്നിൽ മാളവിക ഒന്നുമല്ലെന്ന് അവന് സ്വയം തോന്നണം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പക്ഷേ എങ്ങനെ? അയാളുടെ മുഖത്ത് സംശയം നീലിച്ചു. അതിന് മറുപടിയായി വർഷ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. അർജുൻ റൂമിലേക്ക് വരുമ്പോൾ മാളും ബെഡിലിരിപ്പുണ്ടായിരുന്നു. വന്നതിൽ പിന്നെ അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടേയില്ല. ഇറങ്ങിയാലുള്ള ഭവിഷ്യത്ത് അറിയാവുന്നത് കൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങാൻ അവൾ ശ്രമിച്ചതുമില്ല. അർജുൻ ഡോർ ലോക്ക് ചെയ്ത് അവൾക്ക് അരികിലായി വന്നിരുന്നു. മാളവനെ നോക്കി മെല്ലിയൊന്ന് ചിരിച്ചു. മാളവിക, എനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഞാൻ വരുന്നത് വരെ മാധവ് ഉണ്ടാവും ഇവിടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ അവനോട് പറഞ്ഞാൽ മതി. തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അത്രയും പറഞ്ഞവനെ മാളൊന്ന് സൂക്ഷിച്ചു നോക്കി. അർജുൻ എഴുന്നേറ്റ് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തതും വാലറ്റും ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതും മാള് വല്ലായ്മയോടെ നോക്കിയിരുന്നു. പിന്നെ എന്തോ ഓർമ്മയിൽ അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ കണ്ടു അർജുനും ധനുവും അർജുൻ്റെ കാറിൽ കയറി പോകുന്നത്. ഉള്ളിൽ വല്ലാത്ത ഭാരം വന്ന് നിറയുന്നതായി തോന്നിയവൾക്ക്. നിറയാൻ തുടങ്ങുന്ന കണ്ണുകളെ ശാസനയോടെ പിടിച്ചു നിർത്തി അവൾ തിരിഞ്ഞു നടന്നു. എന്നാൽ ഒരു വേള മുന്നിൽ കൈകെട്ടി നിൽക്കുന്ന വർഷയെ കണ്ട് മാളുവിൻ്റെ മുഖം മാറി. സോ സാഡ് മാളവിക. നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും വിഷമാണ് തോന്നുന്നത്. എന്തൊക്കെ പ്രതീക്ഷയോടെയാകും താൻ അർജുനോടൊപ്പം വീണ്ടും ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക? എല്ലാം വെള്ളത്തിൽ വരച്ച് വര പോലെയാകാൻ പോകുമല്ലേ? മുഖത്തൊരായിരം സങ്കടം വാരി വിതറിക്കൊണ്ടവൾ പറയുമ്പോൾ മാള് കൈകെട്ടി അവൾക്ക് മുന്നിലായി നിന്നു. നീ കണ്ടില്ലേ മാളവിക, അർജുൻ ധനുവിനെയും കൊണ്ട് പുറത്തേക്ക് പോയത്? അവളുടെ മുഖം ഒന്ന് വാടിയ പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് അർജുൻ അവളെയും കൊണ്ട് കറക്കായിരിക്കും. പണ്ട് മുതലേക്കുള്ള അവൻ്റെ ശീലാണത്. ദേ ഇപ്പം തന്നെ കണ്ടില്ലേ, വിഷമിച്ചിരുന്ന അവളെ അവൻ നിർബന്ധം പിടിച്ച് എങ്ങോട്ടോ കൊണ്ടുപോയതാണ്. പക്ഷെ എനിക്കതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നീയൊന്ന് ഓർത്തു നോക്കും മാളവിക. എന്തൊക്കെ പറഞ്ഞാലും ഇരകിന് നിനക്ക് കിട്ടേണ്ട സ്ഥാനല്ലേ? അർജുൻ്റെ ഭാര്യ നീയല്ലേ, അല്ലാതെ ധനു അല്ലല്ലോ. ആ ചിലപ്പോൾ നിനക്കിതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ലെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ പൂർവ്വകാമികയുടെ പ്രസൻസ് അർജുനെ വീണ്ടും അവളിലേക്ക് അടുപ്പിക്കുന്നതാകാം. വർഷയുടെ അവസാന വാചകം മാളുവിൻ്റെ നെഞ്ചിലേക്കാണ് തുളഞ്ഞു കയറിയത്. കഴിഞ്ഞോ?
പെട്ടെന്നുള്ള മാളുവിൻ്റെ ആ ഭാവമാരത്തിൽ വർഷ അവളെ പകച്ചുകൊണ്ടൊന്ന് നോക്കി. ഇത്രയും നേരം സങ്കടം നിറഞ്ഞ മുഖത്തോടെ നിന്നവൾ പെട്ടെന്നാണ് മറ്റൊരു ഭാവം വീണ്ടെടുത്തത്. മോളെ വർഷാനന്ദേ, നീ പറയുന്നത് മുഴുവൻ വെള്ളം തൊടാതെ വിഴുങ്ങാനേ. ഞാൻ നിന്റെ അങ്കിള് രാംദാസ് അല്ല, മാളവികയാണ്, മാളവിക അർജുൻ. കടുപ്പം നിറഞ്ഞ ആ വാക്കുകൾക്ക് മുന്നിൽ വർഷ അവളെ തന്നെ ഉറ്റുനോക്കി നിന്നുപോയി. എൻ്റെ അർജുൻ എന്താണെന്നും ആ മനസ്സിൽ ഈ എനിക്കുള്ള സ്ഥാനം എന്താണെന്നും നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അറിയാൻ. ആ മനുഷ്യൻ്റെ ഓരോ ചലനം പോലും മാളവികയ്ക്ക് മനപ്പാടമാണ്. പിന്നെ പൂർവ്വകാമികയുടെ പ്രസൻസിൽ ഭാര്യയെ മറക്കാൻ മാത്രം ഒരു യൂസ്ലെസ് അല്ലൻ്റെ അർജുനെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ നീ ഇത്രയും നേരം വായാടിയതൊക്കെ ഞാൻ കേട്ടു നിന്നത് നീ ഏതുവരെ പോകുന്നറിയാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും എൻ്റെ ഊഹം തെറ്റിയില്ല. നിന്നങ്ങ് കത്തിക്കയറുവാണ് പൊന്നുമോള്. പക്ഷെ എല്ലാം വേസ്റ്റായിപ്പോയി വർഷ മേഡം. മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നീ മറന്നു. ഇത് മാളവികയാണ്. നിന്റെ ഈ വക ചീപ്പ് നമ്പറൊന്നും ഇവിടെ വില പോകില്ല മോളെ. പുച്ഛം നിറഞ്ഞാടുന്ന വാക്കുകളായിരുന്നത്. വർഷ അവളെ കലിയോടെ നോക്കി. നിന്ന് ചെറിയാതെ ഇറങ്ങി പോടി. എന്നിട്ട് പോയിരുന്ന് ആലോചിക്ക്. ഈ മാളവികയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള അടുത്ത ഒളിയമ്പ് അത് പൊളിച്ചടക്കാൻ ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. മാളു പരിഹാസചിരിയോടെ പറയുമ്പോൾ അത് കേട്ടു നിൽക്കാൻ കഴിയാത്തതുപോലെ വർഷ അതിവേഗം തിരിഞ്ഞു നടന്നു. എന്നാൽ ഡോറ് കടക്കും മുന്നേ അവളൊന്നു നിന്നു. നീ പറഞ്ഞതുപോലെ നിനക്കെതിരെയുള്ള അടുത്ത ഒളിയമ്പ് ഈ വർഷം ഒരുക്കുന്നുണ്ട്. പക്ഷേ മാളവിക, ഇനി ഞാൻ പറയുന്ന എൻ്റെ വാക്കുകൾ നീ കുറിച്ചു വെച്ചോ. ഇന്നേക്ക് 2 മാസം. അതിനു മുന്നേ നീയായി തന്നെ എവിടെ നിന്നും അർജുൻ്റെ ലൈഫിൽ നിന്നും എന്നേക്കുമായി എല്ലാം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയിരിക്കും. ഇത് വർഷയുടെ വാക്കാണ്. മറുപടി ഏതും കാക്കാതെ വർഷ അവിടുന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ മാള് നിമിഷങ്ങളോളം കണ്ണുകളടച്ച് ചുമരിൽ ചാരി നിന്നു. അർജുൻ ധനുവിനെയും കൊണ്ട് ഒരു മാളിലേക്കാണ് പോയത്. സ്വസ്ഥമായിരുന്ന് സംസാരിക്കാനായി അവർ 3rd ഫ്ലോറിലെ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഇരിക്ക്, ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ധനുവിനോട് അതും പറഞ്ഞ് അർജുൻ തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന തൻ്റെ ഗാർഡ്സിനെ കണ്ട് അവനൊന്ന് ഞെട്ടി. നിങ്ങളെന്താ ഇവിടെ? അവനവരെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു. ഞങ്ങൾ സാറിൻ്റെ കാറ് ഫോളോ ചെയ്ത് പിന്നാലെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കടമയാണ് സാർ. സാറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. ഗൗരവമേറുന്ന മുഖത്തോടൊന്ന് നിവർന്നുകൊണ്ട് ധീരജ് പറയുമ്പോൾ അർജുൻ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോട് അയാളെ നോക്കി. സാർ, എന്താ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങി വരാം. ഓക്കെ, 2 കോൾഡ് കോഫി വിത്ത് 2 ബർഗർ. ഓക്കെ സർ. അതും പറഞ്ഞ് ധീരജ് അവിടുന്ന് പോകുമ്പോൾ കിഷോർ ധനു ഇരിക്കുന്ന അല്പം മാറിയുള്ള സീറ്റിൽ പോയിരുന്നു. അർജുൻ ധനുവിൻ്റെ ഓപ്പോസിറ്റ് ചെയറിലും ഇരുന്നു. അവൻ മുഖമായിട്ട് ധനുവിനെ നോക്കുമ്പോൾ അവളെപ്പോഴും മുഖം താഴ്ത്തിയിരിക്കുകയാണ്. ശ്രീ. അത്രയും നേരം മുഖം താഴ്ത്തിയിരുന്നവൾ അവൻ്റെ വിളിയിലൊന്ന് മുഖമുയർത്തി അവനെ നോക്കി. എന്താ നിനക്ക് പറ്റിയത്? തിരിച്ചു വന്ന ഡേയുള്ള നീയും ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന ധനുവും രണ്ടും രണ്ടാണ്. എന്താ നിന്റെ ഈ മാറ്റത്തിന് കാരണം? അതിന് എന്തു തന്നെ ആയാലും എനിക്കത് അറിയണം. ഉറച്ചതായിരുന്ന അവൻ്റെ വാക്കുകൾ. ധനം നിറഞ്ഞു വരുന്ന കണ്ണുകളോട് അവനൊന്ന് നോക്കി. അജു. വിതുമ്പുന്ന ചുണ്ടുകളാൽ അവൾ ടേബിളിൻ്റെ പുറത്തിരുന്ന് അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിളിച്ചു. എന്തുകൊണ്ടോ അവളുടെ കയ്യിൽ നിന്നും തൻ്റെ കൈ പിൻവലിക്കാൻ അർജുന് കഴിഞ്ഞില്ല. നീ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് അജു, എനിക്കത് സഹിക്കാൻ കഴിയില്ല. ശ്രീ, ഞാൻ നിന്നെ എന്ത് തെറ്റിദ്ധരിച്ചെന്നോ നീ പറയുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ യു സേയിങ്. നേരിയ തോതിൽ ദേഷ്യം കലർന്നിരുന്നു അവൻ്റെ വാക്കുകളിൽ. അത് മനസ്സിലായ പോലെ അവളുടെ കൈകൾ അവനിൽ മുറുകി. അർജുൻ, വർഷൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് വിഷം നിറക്കുന്നുണ്ട്. എതിർത്ത് പറയുന്നില്ലെങ്കിലും അവളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാത്ത പൊട്ടിയല്ല ഞാൻ. പക്ഷെ ഞാൻ മനഃപൂർവ്വം പ്രതികരിക്കാത്തതാണ്. കാരണം പ്രതികരിച്ച് കഴിഞ്ഞാൽ അവൾ ഇനി എന്താവും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല. മറിച്ച് അവൾ പറയുന്നതൊക്കെ വിശ്വസിച്ച് ഞാൻ അവൾക്കൊപ്പം നിന്ന ഒരുവിധം അവളുടെ മനസ്സറിയാൻ എനിക്ക് പറ്റും. എൻ്റെ ഗതികേടാണിത്. മാത്രമല്ല അവളുടെ ലക്ഷ്യം നീയും മാളവികയും മാത്രമല്ല, ഞാനും എൻ്റെ കുടുംബം കൂടിയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവളോടൊപ്പം നിന്നേ പറ്റൂ. നീ എന്നെ മനസ്സിലാക്കണം അർജുൻ, അല്ലാതെ ഞാൻ ഒരിക്കലും നിന്റെ നല്ല ജീവിതം തകർക്കില്ലടാ. ആ അവസാന വാചകത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അർജുൻ അവളുടെ കൈകളിലൊന്ന് അമർത്തി പിടിച്ചു. നിനക്ക് തോന്നുന്നുണ്ടോ ശ്രീ, നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോകുന്നു? നീ അറിയുന്ന അർജുൻ അങ്ങനെയാണോ? നോ വേ. മറ്റാരും മനസ്സിലായില്ലെങ്കിലും നിന്നെ എനിക്ക് മനസ്സിലാകും ശ്രീ. സോ നീ ഒന്നുകൊണ്ടും ടെൻഷനാവേണ്ട. ഞാനുണ്ടാവും ഇനിയെന്നും നിന്റെ കൂടെ. അതൊരു വാക്കായിരുന്നു. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിന് കൊടുക്കുന്ന വാക്ക്. അർജുനും ദിനവും നന്നേ വൈകിയാണ് തിരികെ വന്നത്. അർജുൻ റൂമിലേക്ക് വരുമ്പോൾ മാള് കിടന്നിരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഫ്രഷ് ആവാൻ കയറി. ഏറെ നേരം കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ മാള് റൂമിലുണ്ടായിരുന്നില്ല.
അവൾ അത്രയും നേരം കിടന്നിടം ശൂന്യമായി കിടക്കുന്നത് കണ്ട് അർജുൻ അമ്പരപ്പോടെ ചുറ്റും നോക്കി. ബാൽക്കണി ഡോർ അടഞ്ഞാണ് കിടക്കുന്നത്. എന്നാൽ മെയിൻ ഡോർ തുറന്നു. അത് കണ്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊന്നും അവൾ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അവൻ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് അല്പം ഉച്ചത്തിൽ ധനുവിൻ്റെ റൂമിൽ നിന്നും മാളുവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. എന്തോ ഒരു തോന്നലിൽ അർജുൻ വേഗം അവിടേക്ക് നടന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ സ്നേഹിക്കുന്ന പെണ്ണിനെ വിട്ടു തന്ന് നന്മമരം ചമയാനൊന്നും ഈ മാളവിക ഒരുക്കല്ല. അത് പ്രതീക്ഷിച്ചാൽ നിങ്ങൾ ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചു കൂടുന്നതെങ്കിൽ അതൊക്കെ വെറുതെയാണ്. മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയുക, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. ഇനി വന്നാ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ലായിരുന്നു. ഇനി അർജുനെയും എന്നെയും തമ്മിൽ തെറ്റിക്കാനാണ് ചീപ്പി ഷോ എങ്കിൽ. മാളു ദേശത്തിൽ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ പിന്നിൽ നിന്നും അർജുൻ്റെ വിളി അവളെ തേടിയെത്തിയിരുന്നു. മാളവിക! ഒരു നിമിഷം അവർ രണ്ടാളുടെയും ശ്രദ്ധ അവിടേക്കായി. എന്നാൽ അർജുൻ്റെ കണ്ണുകൾ വന്നു നിന്നത് കലിതുള്ളി നിൽക്കുന്ന മാളവികയുടെ മുഖത്തായിരുന്നില്ല. പകരം കലഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന ധനുവിലായിരുന്നു. എന്താ ധനു, എന്താ ഇവിടെ പ്രശ്നം? വൈ ആർ യു ക്രൈയിങ്? അവൻ വേഗം അവൾക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ അത് കണ്ട് മാളുവിൻ്റെ ദേഷ്യത്തിൻ്റെ ആഴം കൂടുകയാണ് ചെയ്തത്. താനിവിടെ നിൽക്കുന്നത് കണ്ടിട്ട് തന്നോടൊരു വാക്ക് പോലും ചോദിക്കാൻ ശ്രമിക്കാത്ത അവനെ കണ്ട് അവളുടെ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നി. എനിക്കറിയില്ല അജു, മാളവിക എന്തൊക്കെയോ പറയുന്നു. ഏങ്ങൽ കാരണം അവളുടെ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയോ അല്ല, എൻ്റെയും അർജുൻ്റെയും ജീവിതത്തിലേക്ക് ഒരു കല്ലുകടിയായി ധനുശ്രീ വരരുതെന്ന് നല്ല വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്. ഇനി അത് മനസ്സിലാക്കാത്തതാണോ അതോ മനഃപൂർവ്വം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. അതിന് എന്ത് തന്നെയായാലും എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ എൻ്റെയും അർജുൻ്റെയും ജീവിതത്തിലേക്ക് ധനുശ്രീ വരാൻ പാടില്ല. എനിക്ക് ഇഷ്ടമല്ലാതെ. മാളു ദേശത്തോടെ പറയുമ്പോൾ അർജുൻ അല്പം നീരസത്തോടെ അവളെ ഒന്ന് നോക്കി. മാളവിക, ശ്രീ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്? പിന്നെ നീ എന്നാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? എല്ലാം നിനക്കറിയാവുന്നതല്ലേ? നിനക്കറിയില്ലേ മാളവിക എന്നെ? അതോ സംശയമാണോ നിനക്ക്? അതാണോ നിന്റെ ഈ ദേഷ്യത്തിന് കാരണം? അർജുൻ്റെ ആ വാക്കുകൾ കേട്ട് മാളു ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കി. എൻ്റെ സംശയവും സംശയിക്കേടൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ രണ്ടാളും മാത്രമാണ് അർജുൻ. അവിടേക്ക് മൂന്നാമതൊരാളുടെ കടന്നു വരവ് എങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം? ധനുശ്രീ അർജുന് പ്രിയപ്പെട്ടതായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. എൻ്റെ സ്വന്തമായതിനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല. ഇനി അർജുൻ എന്നേക്കാൾ പ്രിയം ഇവളാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഞാൻ ഒഴിഞ്ഞു തരാം, പോരെ? ഇടർച്ചയോട് അതും പറഞ്ഞ് മാള് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അർജുൻ ഞെട്ടലോടെ നിന്നു.